അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ അടിപൊളി സൺസെറ്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷെ ഇന്ന് ചെറിയ ഇടിയും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സൺസെറ്റ് കിട്ടത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൺസെറ്റ് കിട്ടും. പക്ഷേ ആ സൺസെറ്റ് കാണാൻ പോകുമ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വേറെ ആരുമല്ല, രാമോഹണ്ണൻ്റെ ഓട്ടോയിലാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് അനിയൻ്റെ വീട്ടിൽ പോയി അനിയൻ്റെ വീട് പണി എന്തോ ആയെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് പയ്യെ ആ സ്പോട്ടിലോട്ട് പോകാം. അതൊരു പാറയാണ്. എൻ്റെ സ്റ്റോറിയും ഇതൊക്കെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഏതാ സ്ഥലം എന്നുള്ളത്. അപ്പോൾ നമുക്ക് രാമോഹണ്ണൻ ഭയങ്കര കില്ലാടി ഡ്രൈവറാണ് ഈ നാട്ടിലെ. സ്വന്തം വീട് പണിയാൻ മറ്റൊരു മെക്കാഡിൻ്റെ നിർത്തത്തിലെന്ന് പറഞ്ഞ് അനിയൻ എന്തി മേൽനോട്ടാണോടെ മെക്കാടാന്നോ? പിന്നെ എല്ലാ പരിപാടിയും വേണ്ടേ? എപ്പോഴാ പണി തീരുന്നേ? 5:30 വരെ ഉണ്ട്. അപ്പൊ നമ്മൾ പോയി ഒരു സൺസെറ്റ് കണ്ടിട്ട് വരാം. പാളിയോട് അർബിത്തിന്റെ വീട്ടിലോട്ടോ. അപ്പൊ ഇവിടെ സാധാരണ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ ചട്ടിയൊക്കെ മാറ്റി വെച്ചിട്ടേ തിരിക്കാൻ പറ്റൂ. ഇവിടെ വീതി കുറവാ. ആണ്ട രാമോണ്ണന്റെ സ്കില്ല് അവിടെയൊക്കെ. ഇതൊന്നും മാറ്റാതെ ഓട്ടോ തിരിക്കും. ഇവിടെ ഒരു ലോറി തിരിക്കാനുള്ള സ്ഥലമുണ്ട് ശരിക്കും. ആണ് കേട്ടോ. പോട്ടെ പോട്ടോ ടാറ്റാ. നമ്മൾ ടാറ്റ പറയാൻ നമുക്ക് അടുത്ത അർബിത്തിന്റെ വീട്ടിലോട്ട് പോവാം. അർബിത്ത് അവിടെ ഉണ്ടെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് പോവാം. കയറ്റിക്കോണ്ട കറക്കിപ്പിടി. പൈസ നമ്മൾ അർബിത്തിന്റെ വീട്ടിലെത്തി. ഓ ചെറിയ ഗ്യാപ്പൊക്കെ മതി. അതുകൊണ്ട് സിമെന്റ് കുഴയ്ക്കുന്നു. അർബിത്ത് സിമെന്റ് കുഴയ്ക്കുന്നു. കുളത്തിനുള്ളതാണോ? കുളം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന്. ഇനിയിപ്പോ ബാക്കി കാണിച്ചു കൊടുക്കാം. രാമോന് ശരിക്കും ഭയങ്കര പരസഹായി കേട്ടോ. ഇവിടെ വന്ന് അർബിത്ത് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ സെറ്റാക്കി തരാണ്. അത് പറഞ്ഞു വേണം പരിപാടി പറഞ്ഞോളൂ. ഇളക്കുന്ന എങ്ങനെ അറിയാം? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആ പൊടി ഇളക്കുന്നത്. നമ്മട്ടിയുടെ ആ തെറുപ്പ് കണ്ടോ? ആദ്യം നമ്മള് ആ കറക്റ്റ് ഉണ്ടോ? അതാണ് പ്രൊഫഷണലിസം. ഇങ്ങനെ ആ പൊടി ഇളക്കുന്നത്. ഇപ്പൊ എല്ലാ പൊടി ഇളക്കുക. തമാശല്ല. നീ അങ്ങനെയാണോ ചെയ്തോണ്ടിരുന്നേ? എവിടുന്ന ഇനി വെള്ളം ഒഴിക്കും. വെള്ളം ഒരുപാട് വേണ്ടല്ലോ. കെട്ടിനുള്ളതാണോ കോൺക്രീറ്റിനുള്ളതാണോ? തേക്കാനാണോ? അങ്ങനെ വെള്ളം കുറച്ച് മതി. എന്നിട്ട് ഇങ്ങനെ ഇളക്കണം. എന്താ ഈ വെള്ളം ഇങ്ങനെ എല്ലാം പിടിക്കാൻ വേണ്ടി ഇച്ചിരി വഴി എല്ലാം ഞാൻ പഠിപ്പിച്ച് തരണമെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാ. ആ മണ്ണെന്ന് നടക്കാൻ എല്ലാ പണിയും തേക്കാതെ മതി കേട്ടോ. രാമണ്ണ എന്താണ് അങ്ങ് താഴെ വയ്ക്കുന്നേ? വാ കയറി വാ, പേരെ കയറിട്ട് വാ. ഇതുണ്ട് കൈസ്. അങ്ങനെ തേക്കുന്ന എന്തുവാ പറഞ്ഞു തന്നാ അത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇത് ഇവിടെ മൊത്തം ചാന്ത് പറ്റിക്കുവാ. ഇന്നും പേരൊക്കെ പറിച്ചു. രാമണ്ണ അവിടെ പേരയ്ക്ക് പറിക്കുന്ന ഗ്യാപ്പിൽ ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗായ്സ് നമ്മുടെ വീഡിയോ പാളുമെന്ന് വന്നു. ഭയങ്കര കാറ്റ്, മഴ ഇപ്പം പെയ്യുമെന്നുള്ളൊരു അവസ്ഥയിൽ വന്നേക്കുന്നു. അതൊരു വൈബായിരിക്കും. ഓട്ടോയ്ക്കകത്ത് നമുക്ക് കുറച്ച് നനഞ്ഞാലോടെ. ജപ്പാൻ എന്റെ വണ്ടിക്ക് ഇത്തിരി ഏറ് കുറവുണ്ട് കേട്ടോ. ആ ട്യൂബ് ഒന്ന് കണക്ട് ചെയ്യും. ഈ പൈപ്പിനകത്ത് നിന്ന് അങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. വെള്ളം അടിച്ചു കയറ്റാനോ? അല്ല ഏറ് കിട്ടും. ഏറേ വരുന്നുള്ളൂ. ഓ എന്തൊരു കോമഡി. പാറയിലോട്ട് തിരിയുന്ന വഴി. നമ്മൾ ഓട്ടോറിക്ഷയിൽ പാറയിൽ പോകുന്ന ഷൂട്ടിന് ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ കറങ്ങാൻ പോകുന്ന ആദ്യമായിട്ടാണ്. നമ്മൾ ഷൂട്ടിന് പോയിട്ടുണ്ട് ഓട്ടോറിക്ഷയൊക്കെ ആയിട്ട്. അരുമേശ് ഞാൻ തള്ളുന്നുണ്ട്. അതാണ് നമ്മുടെ സ്പോട്ട്. നമ്മളെ സ്പോട്ടിലെത്തിയിരിക്കുന്നു. പക്ഷെ മഴ ചാറുന്നുണ്ട്. മഴ ഉറക്കി വന്നാൽ അവിടെ നിന്ന് ഓടി ഇറങ്ങി വരേണ്ടി വരും. ഇനി എന്തായാലും നമ്മൾ മഴ തോന്നിട്ടേ കയറി പോകുന്നുള്ളൂ. മഴ എന്തായാലും ഓട്ടോറിക്ഷയിലിരുന്ന് ആസ്വദിക്കാൻ പോവുക. മഴ തോന്നുന്നു. നമ്മൾ എന്തായാലും മലയുടെ മണ്ടലോട്ട് അതൊക്കെ കയറാൻ പോവുക. ഓട്ടോയ്ക്കകത്തിരുന്ന് നല്ല മഴയുടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്.
പക്ഷേ മഴ അത്ര തൊട്ട് പെയ്തതും ഇല്ല, നമ്മളെ പറ്റിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ കറക്റ്റ് മേല് ചെല്ലുമ്പം ഈ മഴയാണ് പെയ്യുകയും ചെയ്യും. അല്ല ഒരുപാട് തോന്നിയാസം പറയില്ല. എൻ്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് അന്നേരം അണ്ണൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചില്ല നമുക്കൊരു വ്ളോഗ് എടുക്കാമെന്ന്. എന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഭയങ്കര ആവേശമായിരുന്നല്ലോ താഴെ കയറിയപ്പോൾ. പലപ്പോഴും ഇറങ്ങി നടക്കണം അതുപോലെ. ഞാൻ വീട്ടിന്റെ മിറ്റത്തിന്റെ വണ്ടിയിലാണ് പോകുന്നത്, ഓട്ടോറിക്ഷയാണ്. നമുക്ക് ബെൻസ് കാറൊന്നും ഇല്ലല്ലോ. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരും മേടിച്ചു തരാൻ പോകുന്നില്ല. ഇപ്പൊ നോക്കിയോ കൃത്യമായിട്ട് മഴയും പെയ്യും. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യുമെന്ന്. കണ്ടോ കണ്ടോ? അല്ല മഴ പെയ്ത കണ്ടോ? എന്തൊരു പണിയാണ്. ആ അണ്ണാച്ചി പെരിയ ഓട്ട് വന്നിരിക്കായാ ഓട്ട്. പാറയുടെ കളർ ഉണ്ടോ? ഇത് കണ്ടോ ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഫോൺ നനയായിട്ട് എന്തായാലും ഇത് കവർ ചെയ്യുക. ഇതിനകത്ത് ഈ ആമ്പൽ കൊണ്ടിട്ടേക്കുന്നത് നമ്മുടെ ഈ അറബിക്കാണ്. പക്ഷെ ഇവിടെയാണ് ആ സൺസെറ്റ് കിട്ടുന്നത്. പക്ഷെ ഇന്ന് സൺസെറ്റ് കിട്ടിയില്ലെങ്കിലും എൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ നേരത്തെ എടുത്തേക്കുന്ന സൺസെറ്റിൻ്റെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അതെല്ലാം ഞാൻ കാണിക്കാൻ. ഓ ഇതുണ്ടോ മഴ ഉണ്ടോ? ഹലോ എടുക്കില്ല. ഞാൻ എമ്പുരാന്റെ ഷൂട്ടിങ്ങിലാണ്. വിളിക്കല്ലേ, 10 മിനിറ്റ് വിളിക്കല്ലേ, ഷൂട്ട് നടന്നോണ്ടിരിക്കുക. അയ്യോ ആരാ? ഞാൻ ധൈര്യാന്ന് വിചാരിച്ചാ പറഞ്ഞു. ഓട്ടത്തിന് ആരോ വിളിച്ചതാ, വൈഫാന്ന് പറഞ്ഞ് സംസാരിച്ചതാ പുള്ളി. ഇവിടെ കാണുന്നതാണ്, സെൻറ്ററിൽ കാണുന്നതാണ് ജഡായിപ്പാറ. ജഡായിപ്പാറ നമുക്ക് ഇവിടുന്ന് ഒരു 15-20 മിനിറ്റേ ഉള്ളൂ. ഞാൻ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന കുറച്ച് സൺസെറ്റിൻ്റെ വീഡിയോസ് ഉണ്ട്, അതെന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സൺസെറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. രാമണ്ണൻ്റെ ഒരു പാട്ടുണ്ട് കേട്ടോ. ഇനിയും നടക്കാം രാവിനു മുമ്പേ കനൽ കാടു താണ്ടാം, രാവിന്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം.